ലഹരി വ്യാപനം തടയാനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ സ്ത്രീകളും കുട്ടികളും അടക്കം 1000-ലധികം പേർ പങ്കെടുക്കുന്ന മെഗാ റാലിയിൽ ചെന്നിത്തല പങ്കെടുക്കും. ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഭായ് കോളനിയും മന്ത്രി സന്ദർശിക്കും. ജോയ് മോൻ ജോസ് ചേരുന്നുണ്ട് അവിടെ നിന്നും വിവരങ്ങളുമായി. ജോയ്, എങ്ങനെ ഓപ്പറേഷൻ തൂഫാൻ എങ്ങനെ ആഞ്ഞടിക്കുകയാണ്, ഇപ്പോൾ ഒരു മെഗാ റാലിയുമായി മുന്നോട്ട് പോവുകയാണ്? തീർച്ചയായും അരുണിയ, ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുള്ള റാലിക്ക് ഇപ്പോൾ ഔദ്യോഗികമായി തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഈ പെരുമ്പാവൂരിലെ സെന്റ് ബോയ്സ് സ്കൂൾ, അതായത് ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെത്തി ഔദ്യോഗികമായി ഈ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ആ പ്രതിജ്ഞ ഈ കുട്ടികളും അതുപോലെ തന്നെ മറ്റുള്ളവരും ഏറ്റുചൊല്ലി. അതിനുശേഷം ഔദ്യോഗികമായി ഇപ്പോൾ റാലി ആരംഭിച്ചിരിക്കുകയാണ്. റാലി ഇപ്പോൾ സ്കൂൾ അങ്കണത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. നമ്മൾ നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇവിടെ സ്കൂളിൽ നിന്ന് ആരംഭിച്ചു, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ അവിടേക്ക് എത്തി. അവിടെ വെച്ചൊരു പതാക ഉയർത്തലുണ്ട്. ആ പതാക ഉയർത്തലിന് ശേഷം ആയിരിക്കും ബാക്കി ക്രമീകരിച്ചിരിക്കുന്ന പൊതുസമ്മേളനം അടക്കമുള്ള പരിപാടികൾ ഉണ്ടായിരിക്കുക. എന്തായാലും ലഹരിക്കെതിരെയുള്ളൊരു പോരാട്ടം, അതായത് കേരളത്തിൽ നിന്ന് ലഹരി തുടച്ചു നീക്കുക, ലഹരി നാടിന് ആപത്താണ് എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരിയോട് നോ പറയാം, ജീവിതത്തോട് യെസ് പറയാം എന്നുൾപ്പെടെയുള്ള സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള ബഹുജന റാലിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അത് ഏകദേശം 1000-ലധികം ആളുകൾ, അതായത് കുട്ടികളും വിദ്യാർത്ഥികളും കോളേജ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മാതാപിതാക്കളും ഉൾപ്പെടെ 1000-ഓളം പേരാണ് ഈ റാലിയിൽ പങ്കെടുക്കുന്നത്. രമേശ് ചെന്നിത്തല, അതുപോലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അതുപോലെ തന്നെ SP, അതുപോലെ തന്നെ DGP ഉൾപ്പെടെ ADGP ഉൾപ്പെടെയുള്ളവർ ഈ അല്ലെങ്കിൽ ഈ മഹാറാലിയോടനുബന്ധിച്ച് ഇവിടെ പങ്കെടുത്തുണ്ട്, അല്ലെങ്കിൽ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും വലിയ ഒരു സന്ദേശം ഉയർത്തിപ്പെടുത്തിയുള്ള ഈ റാലി ആരംഭിച്ച് ഇപ്പോൾ സ്കൂളിൽ നിന്ന്, അതായത് ഈ ബോയ്സ് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി ക്രമീകരിച്ചിരിക്കുന്ന പോലെ തന്നെ ബായിക്കോൾ, അതായത് നമുക്ക് പെരുമ്പാവൂരിലെ ഏറ്റവും അധികം ലഹരി ഉപയോഗമുള്ള ഒരു പ്രദേശമാണ് ബായ് കോളനി. ആ ബായ് കോളനിയിൽ ഉൾപ്പെടെ ഒരു ബോധവൽക്കരണം നടത്തുക, അതായത് ലഹരിയെ പെരുമ്പാവൂരിൽ നിന്ന് തുടച്ചു നീക്കുക എന്നൊരു ആദ്യ സ്റ്റെപ്പ്, അതിൻ്റെ ഒരു ആദ്യ പടി എന്നാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഈ UDF സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം വലിയ രീതിയിലുള്ള, അതായത് ഈ ലഹരിക്കെതിരെ ഒരു പോരാട്ടം ആരംഭിച്ചിരുന്നു. അതിന്റെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ഈ സംസ്ഥാനമൊട്ടാകെ ഈ ഒരു സന്ദേശം ഉയർത്തിപ്പിടിക്കുക, ലഹരിയെ മുഴുവനായും തുടച്ചു നീക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ ഈ ഒരു ബഹുജന റാലിയും അതുപോലെ തന്നെ മറ്റ് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നത്. എന്തായാലും വലിയൊരു ജനപങ്കാളിത്തം തന്നെ ഈ ഒരു റാലിക്കും അതുപോലെ തന്നെ ഇതിനോടൊപ്പം ക്രമീകരിച്ചിരിക്കുന്ന മറ്റ് ബോധവൽക്കരണ പരിപാടികൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം ലഹരി എന്നൊരു വിപത്തിനെ തുടച്ചു നീക്കണം എന്നൊരു സന്ദേശത്തിനോടൊപ്പം ആളുകളും അതുപോലെ തന്നെ മറ്റെല്ലാവരും തന്നെ ഇതിനോടൊപ്പം ഒത്തുചേർന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതായത് ഈ ബഹുജന റാലിയുടെ തുടക്കം ഇപ്പോൾ ആരംഭിച്ചു. ഇപ്പോൾ ഈ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കോളേജിൽ, ഈ സ്കൂളിന് പുറത്തേക്ക് ഈ റാലി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ സ്കൂളിന് മുൻപേയുള്ള വഴി സഞ്ചരിച്ച് ഈ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അവിടെ വെച്ച് പതാക ഉയർത്തും. അതിനുശേഷമായിരിക്കും മറ്റ് ബോധവൽക്കരണ പരിപാടി, അതായത് ബായ് കോളനിയിൽ ഉള്ള ഒരു ബോധവൽക്കരണം, ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ബോധവൽക്കരണം നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. ഇപ്പോൾ അതിനുശേഷം പിന്നെ മറ്റ് പരിപാടികൾ, അതായത് മറ്റ് അവയർനെസ് അല്ലെങ്കിൽ ബോധവൽക്കരണ പരിപാടികളും എന്തായാലും ഉണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. അതായത് റാലിക്കൊപ്പം, അതായത് റാലിയുടെ മുൻപന്തിയിൽ അദ്ദേഹവും അതുപോലെ തന്നെ പെരുമ്പാവൂർ MLA മൂത്തേടനും അടക്കമുള്ളവരുണ്ട്. അപ്പോൾ ഈ വലിയൊരു തിരക്ക് തന്നെ, അല്ലെങ്കിൽ ഈ റാലിയുടെ അനുബന്ധിച്ച് ബോധവൽക്കരണ പരിപാടിക്കായിട്ട് തുടക്കമെടുത്ത റാലിക്ക് വലിയൊരു പങ്കാളിത്തം, അല്ലെങ്കിൽ ജനപങ്കാളിത്തം തന്നെയുണ്ട്. അരുണ്യ, തീർച്ചയായും വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഇത്തവണത്തെ UDF സർക്കാർ കൊണ്ടുവന്നതിൽ. ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ കേരളത്തിലുടനീളം ആഞ്ഞടിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പെരുമ്പാവൂരിൽ ഒരു മെഗാ റാലി സംഘടിപ്പിക്കുകയാണ്. 1000-ലധികം ആളുകളാണ് അവിടെ പങ്കുചേർന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേർ. ഇപ്പോൾ നമ്മളോടൊപ്പം ഇസത്ത് സുൽഫിക്കർ കൂടെ ചേരുന്നുണ്ട്. ഇസത്ത്, അങ്ങനെ അവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും കൂട്ടാക്കാതെ എല്ലാവരും റാലിയിൽ സജീവമായി പങ്കെടുക്കുകയാണല്ലേ? തീർച്ചയായിട്ടും അരുണ്യ പറഞ്ഞതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഴയുണ്ടെങ്കിലും അതിനെ ഒന്നും വകവയ്ക്കാതെ തന്നെ ജനങ്ങൾ ഇപ്പോൾ ഒരു റാലിയുമായിട്ട് ഈ റാലിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും പെരുമ്പാവൂരിനെ പറ്റി പറയുമ്പോൾ ലഹരി ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നു എന്നൊരു പേര് കേട്ട ഒരു നഗരമായിരുന്നു പെരുമ്പാവൂർ. അതിൽ പല കാരണങ്ങളുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുത്തൊഴുക്കും അതുപോലെ തന്നെ ബായ് കോളനിയെല്ലാം കഴിഞ്ഞ സമയങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്നതായിരുന്നു ഈ ലഹരിയുടെ പേരിൽ. ഇപ്പോൾ അതിനെയെല്ലാം തൂഫാനാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഓപ്പറേഷൻ തൂഫാൻ വഴി ഇപ്പോൾ രമേശ് ചെന്നിത്തല ഇവിടെ എത്തിയിരിക്കുന്നത്.
ചെയ്യുന്നത്. എന്തായാലും ഈ ബോധവൽക്കരണ റാലി ഇപ്പോൾ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ചെല്ലാൻ പോകുന്നത് സ്റ്റേഡിയത്തിലേക്കായിരിക്കും. സ്റ്റേഡിയത്തിൽ എത്തിയ ശേഷം അവിടെ നിന്നും ഒരു മറ്റൊരു ബോധവൽക്കരണ പരിപാടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരു പൊതുസമ്മേളനം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വ്യാപാരികളുമായിട്ട് തുറന്ന ചർച്ച വയ്ക്കുകയാണ് ഇവിടെ സ്റ്റേഡിയത്തിൽ. അതിനുശേഷമായിരിക്കും ബായി കോളനി എന്ന് പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായിട്ട് താമസിക്കുന്ന സ്ഥലത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ചെല്ലുക. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും ജനങ്ങളുടെ പങ്കാളിത്തം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത് ഒന്ന്. പല സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും മഴയത്തും ഒട്ടും ചോരാതെ തന്നെ മഴയത്തും ഒട്ടും ഈ ഒരു പരിപാടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അരുണ്യ, തീർച്ചയായും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള മെഗാ റാലി അവിടെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. മഴയുണ്ട്, അതൊന്നും നോക്കാതെ തന്നെ വലിയ ജനപങ്കാളിത്തമാണ് അവിടെയുള്ളത്. ജോയ് മോൻ ജോസ് അവിടെ നിന്നും തുടരുന്നുണ്ട്. ജോയ്, ആഭ്യന്തരമന്ത്രിയെ കൂടാതെ മറ്റേതൊക്കെ പ്രമുഖരാണ് ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കുന്നത്? ആഭ്യന്തരമന്ത്രി, അതുപോലെ തന്നെ DGP, അതുപോലെ തന്നെ ADGP അടക്കമുള്ളവരും പിന്നെ ഈ പെരുമ്പാവൂർ MLA ആയ മനോജ് മൂസൻ അടക്കമുള്ളവരാണ് ഇപ്പോൾ ഈ ബഹുജന റാലിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുൻപന്തിയിലുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ബോയ്സ് സ്കൂൾ, അതായത് പെരുമ്പാവൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച റാലി ഒരു 100 മീറ്ററോളം മുന്നിട്ട് സഞ്ചരിച്ചപ്പോൾ ഈ സന്ദേശം വഹിച്ചുകൊണ്ടിട്ടുള്ള പ്രചരണ വാഹനത്തിലേക്ക് ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വഴി തന്നെ ആയിരിക്കും റാലി കടന്നു പോകുക. ഈ റാലിക്ക് അകമ്പടിയായി ഇപ്പോൾ മുന്നിൽ ഈ കുട്ടികൾ, അതായത് വിദ്യാർത്ഥികൾ നയിക്കുന്ന ബാൻഡ് സംഘവും തൊട്ടുപിന്നിലായാലും പല കോളേജുകളിലും സ്കൂളുകളിൽ നിന്നും എത്തിയ വിദ്യാർത്ഥികളടക്കം, അതുപോലെ തന്നെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകർ ഉൾപ്പെടെയുള്ളവരുടെ നീണ്ട നിര, ഏകദേശം 1000-ലധികം പേർ പങ്കെടുക്കുന്ന ബഹുജൻ റാലി ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം തന്നെ ഈ പെരുമ്പാവൂരിലെ നഗരത്തിലൂടെ അല്ലെങ്കിൽ നഗരവീതിയിലൂടെ ഈ ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അതായത് ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒരുമിച്ച് നീങ്ങാം, ലഹരിയെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാം, ഓപ്പറേഷന്റെ തൂഫാൻ വാരിയേഴ്സ് ആയിട്ട് അണിചേരുകയാണ് ഈ 1000-ഓളം പേർ. ഈ നമുക്കറിയാം നമ്മുടെ DGP റവാഡ ചന്ദ്രശേഖറുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ പ്രയത്നത്തിൽ, അതായത് ഓപ്പറേഷൻ തൂഫാൻ എന്ന പ്രയത്നത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ എല്ലാവരും, അതായത് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ഈ മുതിർന്നവരും എല്ലാം തന്നെയുണ്ട്. അപ്പോൾ നമുക്കറിയാം വലിയ ഒരു ജനപങ്കാളിത്തം ഈ ബഹുജന റാലിക്കും അതിനുശേഷം ഇതിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന ബോധവൽക്കരണ പരിപാടികൾക്കൊക്കെ ലഭിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഈ ലഹരി എന്നൊരു വിപത്ത്, അതായത് നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, അതായത് കൊറോണയ്ക്ക് ശേഷം ഏകദേശം ലഹരിയുടെ വ്യാപനം, അതിലേക്ക് ലഹരി ഉപയോഗം വിദ്യാർത്ഥികൾക്കിടയിലും അതുപോലെ തന്നെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും വലിയ രീതിക്ക് വർദ്ധിച്ചിരുന്നു. അപ്പോൾ അത് തുടച്ചു നീക്കുക, അല്ലെങ്കിൽ അതിനൊരു അവയർനെസ് ഉണ്ടാക്കുക, ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുക, അതായത് ലഹരിയോട് നോ പറയണം എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അതായത് നമുക്കറിയാം ഒരുപാട് കുറ്റകൃത്യങ്ങളും ഈ സമയങ്ങളിൽ, അല്ലെങ്കിൽ ഈ ലഹരി ഉൾപ്പെട്ടിട്ടുള്ള ലഹരിയുടെ അടിമത്തത്തിൽ ഒരുപാട് കുറ്റകൃത്യങ്ങളും നമ്മുടെ സംസ്ഥാനത്താകെ വർദ്ധിച്ചിരുന്നു. ഇത്തരം സന്ദർഭങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക, ലഹരി വിമുക്ത ഒരു കേരളം പടുത്തുയർത്തുക എന്നൊരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഈ UDF സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ഈ ഓപ്പറേഷൻ തൂഫാൻ കൊണ്ടുവരികയും അതിനുശേഷം വിപുലമായ പരിശോധനകൾ സംസ്ഥാനത്തൊട്ടാകെ നടത്തിയപ്പോൾ അതിന്റെ ഇടയിൽ വലിയ അതിൽ നമുക്കറിയാം ഈ ലഹരിയുടെ ശൃംഖലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ലഹരിയിലെ പ്രധാന കണ്ണികളെ അടക്കം ഈ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പിടികൂടുകയും അവരെ നിയമപരമായി തന്നെ നേരിടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ നിയമപരമായ പോരാട്ടത്തിനോടൊപ്പം തന്നെ ബോധവൽക്കരണം സൃഷ്ടിക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ലഹരിയുടെ വിപത്തിനെ ആളുകൾ തിരിച്ചറിയണം, അല്ലെങ്കിൽ കുട്ടികളും വിദ്യാർത്ഥികളും, നമുക്കറിയാം ഈ കുട്ടികളെയും അതുപോലെ തന്നെ യുവാക്കളെയും കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി സംഘങ്ങളും അതുപോലെ തന്നെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. അതായത് ഇവരെ അടിമത്തപ്പെട്ടില്ല, ഇവരെ ഈ ലഹരിക്ക് അടിമകളാക്കുക, അതുവഴി ഇവരെ ചൂഷണം ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ലഹരിയുടെ വ്യാപനം നടത്തുന്നവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. അതായത് കുട്ടികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിൽ നിന്ന് മാറ്റണം, അവരെ ഒരു പുതുജീവിതത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ ഈ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ലഹരിയുടെ ഉപയോഗത്തിന് അടിമപ്പെടാതെ ലഹരിയോട് നോ പറയുന്ന ഒരു പുതുതലമുറയെ തന്നെ വാർത്തെടുക്കണം എന്നുൾപ്പെടെയുള്ള ഒരു സന്ദേശങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന ഒരു ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ബഹുജന റാലിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഈ റാലി ഇവിടെ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ ഈ ബോയ്സ് കോളേജിൽ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ പെരുമ്പാവൂരിൽ തന്നെയുള്ള മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് എത്തും. അവിടെ നിന്ന് ഒരു പതാക ഉയർത്തലും അതുപോലെ തന്നെ ഈ
ബോധവൽക്കരണം അല്ലെങ്കിൽ ലഹരിയുടെ ഈ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംവാദം അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഒരു ഇടപഴകലും കൂടി അവിടെ വെച്ചുണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഈ ബഹുജന റാലിയിൽ പങ്കാളികളായിട്ടുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഒപ്പമുള്ളൊരു സംവാദം ഉണ്ടായിരിക്കും. അത് ഈ ഇവിടെ തന്നെയുള്ള പെരുമ്പാവൂർ നഗരത്തിൽ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരിക്കും. അവിടെ വെച്ച് ഈ ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ മറ്റ് ആളുകളും ഈ കുട്ടികളുടെ ആശങ്കകളും അല്ലെങ്കിൽ അവർക്ക് അറിയാനുള്ള കാര്യങ്ങളും ചോദിച്ചറിയാനുള്ളതിനൊക്കെ മറുപടി നൽകും. അതിനുശേഷമായിരിക്കും മറ്റ് പരിപാടികൾ. അതായത് ഇതിനുശേഷം ക്രമീകരിച്ചിരിക്കുന്നത് പ്രധാനമായി ബായ് കോളനിയിൽ, അതായത് നമുക്കറിയാം പെരുമ്പാവൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരിയുടെ വ്യാപനം അല്ലെങ്കിൽ ലഹരി ഉപയോഗം ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലൊക്കെ ഉള്ള ഒരു ഏരിയയാണ് ബായ് കോളനി. അപ്പോൾ അവിടെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിക്കുള്ള ലഹരിയും അതുപോലെ അത് ലഹരി മരുന്നുകളുടെ ഒക്കെ ശേഖരവും അതുപോലെ തന്നെ ലഹരി ഉപയോഗമൊക്കെ പരസ്യലഹമായ ലഹരി ഉപയോഗമൊക്കെ പിടികൂടിയിരുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു അവയർനെസ് ഉണ്ടാക്കല്ലേ, അതിനൊക്കെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ ഈ ഒരു ബോധവൽക്കരണം സൃഷ്ടിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ തന്നെ ആയാലും പരസ്യമായി നഗരമധ്യത്തിൽ തന്നെ ഇരുന്നു പരസ്യമായി ലഹരി ഉപയോഗം നടത്തുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ പെരുമ്പാവൂർ തന്നെയുള്ള ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു പ്രദേശം കൂടി തന്നെയാണ്. അതായത് തൊഴിൽ തേടി വന്ന, അതായത് പല വ്യവസായ മേഖലകളിലും ഏറ്റവും കൂടുതൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് പെരുമ്പാവൂർ. അപ്പോൾ അവിടെയാണ് ഈ ലഹരിയുടെ അമിതമായ വ്യാപനമുണ്ട് അല്ലെങ്കിൽ എന്നൊരു പോലീസിന്റെ നിരീക്ഷണം അല്ലെങ്കിൽ നമുക്കറിയാം മുൻപുണ്ടായ പല സംഭവങ്ങൾ വെച്ച് ഉള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം അല്ലെങ്കിൽ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെയും പങ്കാളികളാക്കുക, അതായത് ഇതിന്റെ ഉപയോഗം അവസാനിപ്പിക്കുക അല്ലെങ്കിൽ ഉപയോഗം നിർത്തുക എന്നൊരു കാര്യം അവർക്കും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമുക്കറിയാം ഒരുപാട് പേർ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഈ ലഹരി മരുന്നുമായി പിടികൂടുന്ന ഒരു സാഹചര്യം, പെരുമ്പാവൂരിൽ തന്നെ അറസ്റ്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവർക്കൊരു ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ അവരെയും കൂട്ടുപിടിക്കൽ, അവർക്കും ഒരു ബോധവൽക്കരണം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി അവിടെയും ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തും. അത് ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തിന് ശേഷമായിരിക്കും. അവിടെ ഈ ബായ് കോളനിയിലെ ഈ ബോധവൽക്കരണത്തിന് ശേഷം പിന്നെ അവസാനമായി വ്യാപാരികൾ, അതായത് പെരുമ്പാവൂരിൽ നഗരത്തിലെ വ്യാപാരികളുമായിട്ടും ഒരു സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാകും. അങ്ങനെ ഈ പ്രധാനപ്പെട്ട 4-5 പരിപാടികളാണ് ആഭ്യന്തരമന്ത്രിയുടെ ഈ ബഹുജന റാലിക്ക് ശേഷം നടക്കുന്നത്. എന്തായാലും അതിനുശേഷമായിരിക്കും ഇന്നത്തെ ഈ പെരുമ്പാവൂരിൽ തന്നെ ഓപ്പറേഷൻ തൂഫാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ബഹുജന പരിപാടികളുടെ ഒരു സമാപനം ഉണ്ടാവുക. എന്തായാലും നമുക്കറിയാം ഇപ്പോൾ NCC വോളണ്ടിയേഴ്സും അതുപോലെ തന്നെ SPC വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളും ഒക്കെ ഉണ്ട് ഈ ലഹരിക്കെതിരെ പോരാട്ടത്തിൽ ഇവരോട് ഒരുമിച്ച്. അതായത് ആഭ്യന്തര വകുപ്പിന്റെ ഓപ്പറേഷൻ തൂഫാനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവരൊക്കെ തന്നെ ഉണ്ട്. സോന. ശരി, രമേശ് ചെന്നിത്തല ഈ ചടങ്ങിൽ ഈ ലഹരിക്കെതിരായ ഒരു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത അത്തരം ദൃശ്യങ്ങളും കൂടെ കണ്ടുവരാം. ജീവിതത്തെ തകർക്കുന്ന വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ആരോഗ്യം നശിപ്പിക്കുമെന്നും കുടുംബങ്ങളെ തകർക്കുമെന്നും എന്റെ രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സമായി മാറുമെന്നും എനിക്ക് ബോധ്യമുണ്ട്. എന്റെ പെരുമ്പാവൂർ അഭിമാനമാകാൻ ഞാനും പങ്കുചേരേണ്ടതുണ്ട്. ഇത് എനിക്ക് സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിൽ നടത്തുന്ന മെഗാ റാലി അവിടെ പുരോഗമിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 1000 പേരാണ് മെഗാ റാലിയിൽ പങ്കെടുക്കുന്നത്. അവിടെ കാലാവസ്ഥയൊക്കെ പ്രതികൂലമാണെങ്കിൽ പോലും അതൊന്നും നോക്കാതെ തന്നെ മുന്നോട്ട് പോകുകയാണ്. വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് റാലി. ഇസത്ത് സുൽഫിക്കർ കൂടെ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ഇസത്ത്, ഇതിൽ ഈ രമേശ് ചെന്നിത്തല ഈ റാലിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അദ്ദേഹം ചൂസ് ചെയ്ത ഒരു സ്ഥലം തന്നെയാണ് പെരുമ്പാവൂർ. നമുക്ക് അറിയാവുന്നതുപോലെ വാർത്തകളിലൊക്കെ പലതവണ കണ്ടതാണ്. ഇസത്ത് തന്നെ പെരുമ്പാവൂരിലെ ലഹരിയുമായി ബന്ധപ്പെട്ട പല വാർത്തകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് അവിടെ പ്രത്യേകിച്ചും ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂടുതലായി വരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ബായ് കോളനി അടക്കം മന്ത്രി ഇന്ന് സന്ദർശിക്കാൻ ഇരിക്കുകയാണ്. എന്തൊക്കെയാണ് അതുമായുള്ള വിവരങ്ങൾ? നമുക്കറിയാവുന്നതുപോലെ തന്നെ പലതരത്തിൽ പെരുമ്പാവൂര് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിറഞ്ഞിരുന്നതാണ്. ഏകദേശം ഒരു 3 മാസം മുൻപായിരിക്കണം പെരുമ്പാവൂരിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികൾ വ്യാപിക്കുന്നു എന്ന തരത്തിലൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് വലിയ തോതിൽ ഒരു ഹെൽത്ത് ക്യാമ്പയിൻ എല്ലാം സംഘടിപ്പിച്ചിരുന്നു. ഇതിനെല്ലാം ശേഷമാണ് പെരുമ്പാവൂര് വലിയ തോതിൽ ജനങ്ങൾ ഉൾപ്പെടെ പുറത്തിറങ്ങിക്കൊണ്ട് ഈ ലഹരിയെ തടുക്കാൻ വലിയ പ്രതിജ്ഞ എടുത്ത് മുന്നോട്ട് വന്നത്. അതിനുശേഷം ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ഏറ്റവും മുഖച്ഛായ
മുഖഛായയായി തന്നെ മാറിയ ഓപ്പറേഷൻ തൂഫാൻ അത് MLA-യുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലും വലിയ ഒരു മുന്നേറ്റം എടുത്തുകൊണ്ടാണ് ഇപ്പോൾ പെരുമ്പാവൂരിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു ജനസാഗരം തന്നെ നമുക്കതിന് സാക്ഷിയാണ്. ജനങ്ങളും ഈ ഒരു ഓപ്പറേഷൻ തൂഫാനും അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഈ ഒരു നിലപാടിനോട് എത്രത്തോളം യോജിച്ച് നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ചെല്ലുക, അതായത് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്കായിരിക്കും ഈ റാലി എത്തുക, ഈ ബോധവൽക്കരണ റാലി എത്തുക. അതിനുശേഷം അവിടെ നിന്ന് ഒരു കുട്ടികളുമൊത്ത് ഒരു സംവാദം നടത്തുന്നുണ്ട് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ. അവിടെ കുട്ടികളുടെ സംശയങ്ങളും ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സ്കൂൾ തലങ്ങളിൽ വരെ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ച സാഹചര്യത്തിൽ സ്കൂൾ കുട്ടികളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും എല്ലാം സംശയങ്ങളും ഇതിലൂടെ തീർത്തു കൊടുക്കുന്നു. ഇതിലൂടെ അതിനുശേഷമായിരിക്കും ബായ് കോളനി സന്ദർശിക്കുക. ബായ് കോളനിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ 2011 മുതലാണ് പെരുമ്പാവൂരിലേക്ക് ഏറ്റവും അധികം എത്തിത്തുടങ്ങിയത്. അതിനുശേഷം ഇവരെ കൂട്ടമായി പാർപ്പിക്കാനും അതുപോലെ തന്നെ താമസിപ്പിക്കാനും എല്ലാം ഇവിടുത്തുകാർ തന്നെ പെരുമ്പാവൂരുകാരുടെ നേതൃത്വത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും കെട്ടിടങ്ങൾ നിർമ്മിച്ചിരുന്നു. ഈ കെട്ടിടങ്ങളിലാണ് പിന്നീട് വലിയ രീതിയിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ലഹരി വ്യാപനവും നടന്നിരുന്നത്. ഇതിനെ തടുക്കുവാൻ പിന്നീട് ഇവിടുത്തെ പ്രദേശവാസികൾ തന്നെ മുന്നിട്ട് വരുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നിരുന്നത്. പ്രധാനമായിട്ടും ഇവിടുത്തെ ലഹരി വ്യാപനം. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ലഹരി വ്യാപനത്തെ തടുക്കുവാൻ വേണ്ടി ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഈ ഒരു ബോധവൽക്കരണ റാലി ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള ഈ റാലി നടക്കുന്നത്. ഇനി ഏകദേശം ഒരു 6 മണിയോടുകൂടി ഭായ് കോളനിയിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, സംസ്ഥാനത്തെ ലഹരി വ്യാപനം തടയാനുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി നടത്തുന്ന മെഗാ റാലി പെരുമ്പാവൂരിൽ അങ്ങനെ പുരോഗമിക്കുകയാണ്. ഈ റാലിക്ക് പിന്നാലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഭായ് കോളനി മന്ത്രി സന്ദർശിക്കും. ജോയ് മോൻ ജോസും ഇസത്ത് സുൽഫിക്കറുമാണ് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.